സക്സസ്, ഗ്രാൻഡ് സക്സസ്. ദൈവം തുണച്ചു. ഞാനാകെ ടെൻഷനിലായിരുന്നു. ഒന്ന് പ്രാർത്ഥിച്ചോ. ഈശ്വരാ. കല്യാണം ഉറപ്പിക്കാൻ ഇനി കുടുംബക്കാരുമായിട്ട് അങ്ങോട്ട് ചെന്നാ മതി. അല്ല ഗണപച്ചേട്ടാ, ആ. ഇത്തരം കാര്യങ്ങൾക്ക് കുടുംബക്കാരെ ബുദ്ധിമുട്ടിക്കണോ? ഇത്തരം കാര്യങ്ങൾക്ക് കുടുംബക്കാർ തന്നെയാണല്ലോ ബുദ്ധിമുട്ടേണ്ടത്. ഇത് പാൽ കച്ചവടം അല്ല. ശരിയാണ്. പക്ഷേ ഈ എന്താ കുടുംബക്കാരില്ലേ? കുടുംബക്കാരില്ലേന്ന് ചോദിച്ചാ അങ്ങനെ പ്രത്യേകിച്ചൊരു കുടുംബക്കാരില്ല. ചേട്ടാ, ഗണപച്ചേട്ടാ, ഏയ്, ലോകമാവുന്ന തറവാട്ടിൽ നമ്മളൊക്കെ വെറും അന്തേവാസികളല്ലേ ഗണപച്ചേട്ടാ? ഇന്നലെ കണ്ടവനെ ഇന്ന് കാണുന്നില്ല, ഇന്ന് കണ്ടവനെ നാളെ കാണുന്നില്ല, നാളെ കണ്ടവനെ മറ്റന്നാൾ കാണുന്നില്ല, മറ്റന്നാൾ കണ്ടവനെ നാലാം നാൾ കാണുന്നു. അത്രയ്ക്കങ്ങ് പോണ്ട. കടപൂട്ട്. കടപൂട്ടാൻ. അപ്പൊ അച്ഛനില്ലേ? ഉണ്ട്. ഞാൻ രണ്ടാം കെട്ടിലെ മോനാ. അമ്മയോ? അച്ഛൻ മൂന്നാമതൊന്നുകൂടി കെട്ടിയപ്പോ അമ്മ കെട്ടി തൂങ്ങി ചത്തു. അയ്യോ. അങ്ങനെ ഞാൻ ഒറ്റയ്ക്കായി. അപ്പൊ നിന്റെ അച്ഛനൊരു വിത്തുകാളയായിരുന്നല്ലേ? വെറുതെ അല്ല മോനൊരു പാൽ കച്ചവടക്കാരനായത്. വലിയൊരു തറവാട്ടിലെ പെണ്ണിനെ പ്രേമിക്കുമ്പം അവൾക്ക് കച്ചിത്തുണ്ട് കാലത്തിന്റെ കൊടുത്ത് തൊഴുത്തി കട്ടി പോറ്റാമെന്ന് കരുതിയോ നീ? മുഖത്ത് ചാണാൻ വഴികളായി ഞാൻ. ഗണപച്ചേട്ടാ, എന്നെ മെഴുകരുത്. എനിക്ക് അവളെ വേണം. ഞാൻ കാല് പിടിക്കാം. എഴുന്നേക്ക്, എഴുന്നേക്ക്. എന്തായാലും കുളിച്ചു, ഇനി നനഞ്ഞു കയറാ. 1000 കള്ളം പറഞ്ഞു ഒരു കല്യാണം നടത്താമെന്ന. ഏതായാലും ഒരു തറയുടെ കല്യാണത്തിന് ഒരു തറ പരിപാടി എന്നെ ആസൂത്രണം ചെയ്യാം. ഇത് എന്റെയും കൂടെ ആവശ്യമായി പോയില്ലേ? രാവിലെ ചേട്ടന് തന്നെ പറഞ്ഞേട്ടല്ലോ. അത് നീ ശ്രദ്ധിച്ചോ? അതെന്താ? അത് താനെ അറിയും. സാമ്പത്തിക സഹായാവും. അല്ലല്ല. ചേട്ടന്റെ കിഡ്നി വീക്കാണോ? എന്താ എന്റെ മുഖം കണ്ടപ്പോ അങ്ങനെ തോന്നിയോ? അല്ല, സഹായം കിഡ്നി രൂപത്തിൽ മറ്റാണോ പ്രതീക്ഷിക്കുന്ന സംശയം. അങ്ങനെയാണെങ്കിൽ അത് നീ എനിക്ക് തരില്ല ഇനിയാ? ഹലോ. ആളല്ല. ഇല്ലേ? പിന്നെ എന്നെ കണ്ടപ്പോ ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമായിരുന്നു അല്ലേ? പ്ലീസ് ലീവ് മീ അലോൺ. എന്നെ എന്തിനെങ്ങനെ ശല്യം ചെയ്യുന്നത്? എന്തിനാണെന്ന് ചോദിച്ചാൽ ആദ്യം തോന്നിയതൊരു കൗതുകം, പിന്നെ അതൊരു വാശിയായി, ഇപ്പോ അതൊരു ആവശ്യമായി തോന്നുന്നു. അന്ന് പോലീസ് പിടിച്ച വൈരാഗ്യത്തിനാണെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. പ്ലീസ് എന്നെ വെറുതെ വിടൂ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ മെനക്കെട്ട് ശല്യം ചെയ്യുന്നത് ഇതുവിനെ അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാ. ചിലപ്പോ ചത്തു കളഞ്ഞാലോ എന്ന് വരെ തോന്നിയിട്ടുണ്ട്. പറയാനെല്ലാം ഉണ്ട്. 5 അക്ക ശമ്പളം, മുനിസിപ്പൽ ഓഫീസിൽ ഉയർന്നൊരു പോസ്റ്റ്. പക്ഷെ വേണ്ടത് മാത്രമില്ല, കൂട്ടിനൊരാൾ. ആർക്കും ആവശ്യമില്ലാതെ എന്തിനാ ഇങ്ങനെ ഒരു ജീവിതം? ഇപ്പോഴും ആനയെ കാണുമ്പോ എനിക്ക് എന്റെ അച്ഛനെ ഓർമ്മ വരും. കുട്ടിക്കാലത്തൊരിക്കൽ ആനയുടെ ചിത്രം കണ്ട് ശാഠ്യം പിടിച്ച് ഞാൻ കരഞ്ഞു. വൈകുന്നേരമായപ്പോൾ മുറ്റത്തൊരു കൊമ്പനാനയുടെ കൊലവിളി കേട്ട് ഞാൻ ഞെട്ടി. പുറത്ത് എന്ന് നോക്കിയപ്പോൾ ജീവനുള്ള ഒരു കൊമ്പനാനയെ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് അച്ഛൻ മകന് കളിക്കാൻ. ഓലോത്ത കുട്ടി ഒരു കുറവുമില്ലാതെയാ വളർന്നത്. ജോലിക്ക് പോണത് തന്നെ തറവാട്ടിൽ കുറച്ചിലായിരുന്നു. ഓർക്കാനിപ്പോ അതല്ല, ഓർമ്മകൾ മാത്രം. അന്യം നിന്ന് തറവാട്ടിന്റെ അവസാനത്തെ കണ്ണിയായി ഞാനും എന്റെ നിഴലും മാത്രം. സോറി, ഒരു ദുസ്വപ്നം പോലെ വെറുതെ വേണ്ടാത്തത് എന്തൊക്കെയോ ഓർത്തുപോയി. പക്ഷെ ഒന്നെനിക്ക് മനസ്സിലായി, പടം നയിച്ചോ കൊടും തപസ് ചെയ്തോ നേടാൻ പറ്റാത്ത ഒന്നേ ഉള്ളൂ, പെണ്ണിന്റെ മനസ്സ്. അതാർക്കാണെന്ന് അവൾ തന്നെ നിശ്ചയിക്കണം. ഒരു യുഗം വേണ്ട, അതിനൊരു നിമിഷം മതി. മുൻ ജന്മശാപമോ മറ്റോ ആകാം, അതിനുള്ള യോഗ്യത എനിക്കില്ല. ഇനി ഒരിക്കലും ഞാൻ ഗീതുവിനെ ശല്യപ്പെടുത്തില്ല. ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പോവുകയാണ് എന്ന് ഞാൻ പറയും എന്ന് മാത്രം ഗീതു കരുതരുത്. ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. കാരണം എനിക്ക് പോകാൻ മറ്റൊരിടമില്ല. ഇല്ല, നളിനാക്ഷൻ ആള് തെറ്റിയതാവും. ഞാൻ കോളേജ് ഗേറ്റിൽ പതുങ്ങി നിന്ന് അവരെ പിടിച്ചേ. വരുന്നു കോളേജ് കുമാരി. എടി, കാലത്ത് ആരുടെ സ്കൂട്ടറിന്റെ പുറത്താണ് നീ കോളേജിൽ പോയത്? എന്താ ഭാനുമതി, വന്ന് കയറിയ ഉടനെ കുട്ടിയുടെ മെക്കിട്ട് കയറണേ? മോളിങ് വന്നേ.
ഇല്ല, ഡാഡി വിശ്വസിക്കില്ല. മറ്റാരെക്കാളും എന്റെ മക്കളെ എനിക്കറിയാം. എന്താ മോളെ? എനിക്ക് അയാളെ ഇഷ്ടമാണ് ഡാഡി. ഇപ്പൊ മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത് സത്യാണെന്ന്. തൃപ്തിയായല്ലോ. അവളുടെ വാഗുണ്ട് തന്നെ അത് കേട്ടല്ലോ. പെണ്ണിനെ പെണ്ണായിട്ട് തന്നെ പോറ്റിയിരുന്നെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ലായിരുന്നു. 3-ൽ ഇതിലായിരുന്നു ഒരു പ്രതീക്ഷ, അതും പോയി. ഒക്കെ ഞാൻ അറിഞ്ഞു. കാമുകനെ കുറിച്ച് വിശദമായിട്ട് അന്വേഷിച്ചു. ഗ്രേറ്റ് ഗ്രാൻഡ് ഭാ, ഒന്നും പേടിക്കാനില്ല. ഓ, അപ്പൊ കല്യാണാലോചന കഴിഞ്ഞോ? ഈ പ്രേമം കുട്ടികൾ അകത്തോട്ട് പൊക്കോളൂ. വാടി. സാറേ, ഈ പ്രേമം റബ്ബർ പന്ത് പോലെയാണ്. എതിർക്കും തോറും പൂർവാധിക ശക്തിയിൽ തിരിച്ചടിക്കും. സംഭവിക്കേണ്ടത് സംഭവിച്ചു. ഈ പ്രായത്തിന്റെ ചാബല്യത്തിൽ അവർ അരുതാത്തത് വല്ലതും ചെയ്താലേ അമ്പാട്ടുകാരുമായിട്ട് ഉറപ്പിച്ച കല്യാണം മുടങ്ങും. ഇനി നാട്ടുകാരെ അറിയിച്ച് നാറ്റിക്കാത്ത നയപരമായി കൈകാര്യം ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. പേടിക്കണ്ട, എല്ലാം മംഗളമായി ഗണപതി ഡീൽ ചെയ്തോളാം. പാൽക്കാരൻ എന്നൊരു കുറവേ അവനുള്ളൂ. തൊഴിൽ നോക്കി നമ്മൾ ആരെയും നിസ്സാരനായിട്ട് കാണരുത്. ഉദാഹരണത്തിന് ഞാൻ സമൂഹത്തിൽ എന്റെ സ്ഥാനം, എന്റെ സ്വാധീനം, എന്റെ വരുമാനം. ഗീതൂട്ടി എവിടെ? ബാങ്കിൽ നിന്ന് വന്നിട്ടില്ല. ഓഹോ, അവളുടെ കാര്യം ഓർക്കുമ്പോഴാ വിഷമം. ആ മൂത്തതിനെ നിർത്തിയിട്ട് വേണ്ട, നിർത്തണ്ട. നമുക്ക് അതും കൂടി ഈ കൂട്ടത്തെ നടത്തിക്കളെ. അപ്പൊ ചെറുക്കൻ ചെറുക്കൻ പിന്നെ ആരാന്ന് വെച്ചാ പറയൂ ഗണപതി. അത് അതൊക്കെ പിന്നെ പറയാം. ആദ്യം ഇത് സെറ്റിൽ ആവട്ടെ. അല്ല, അറിയാൻ പാടില്ലെന്ന് ചോദിക്കാ. താൻ ഇവിടുത്തെ തറവാട്ട് കാരണവരോ അല്ല കല്യാണ ബ്രോക്കറോ? താൻ എപ്പോ വന്നു? ഞാൻ 1/1/71 വന്നു. ഓഹോ, പണ്ട് മഹാരാജാക്കന്മാർ അന്തഃപുരത്തിലെ സ്ത്രീകൾക്ക് കാവലായി ചില പ്രത്യേക വർഗക്കാരെ നിയമിച്ചിരുന്നു. ആണും പെണ്ണും കെട്ട നപുംസകങ്ങളെ. ഇവിടത്തെ സേവനം തൽക്കാലം മതിയാക്കി ശിഖണ്ഡിക്ക് പോകാം. എത്രയും അടുത്ത മുഹൂർത്തത്തിൽ നമുക്കിതങ്ങ് നടത്തണം. അവര് പരസ്പരം ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ആ. നമ്മളായിട്ട് തടസ്സം നിന്നിട്ട് എന്താച്ചാ കാര്യം? കുടുംബക്കാർ വന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. മതി. ഇതാ, മതി മതി, എന്നിട്ട് തീരുമാനിച്ചാ മതി. ഭാനുമതി, ഗണപതിക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കാം. കഴിക്കാനും എന്തെങ്കിലും വേണം. ആയിക്കോട്ടെ. അവളെവിടെ? രാധു. രാധു മോളെ, ഗണപതിക്ക് കുറച്ച് അവലും ശർക്കര ഉരുട്ടി തരും, അത് പോയി വിഴുങ്ങ്. ആ, പോ. ഓ, ആ മൂക്കും കൂടി ഇങ്ങോട്ട് നീണ്ടാൽ സാക്ഷാൽ ഗണപതി. കുടുംബക്കാരെ പുറത്തും കുതിരക്കാരനകത്തായി. ഇനി 2 എണ്ണം ബാക്കിയുണ്ട്. ഒന്നിനാണെങ്കിൽ മൂപ്പ് പോരാ, മൂത്തേനെങ്കിലും തട്ടിയെടുത്താ പറ്റൂ. കൽക്കി അവതാരത്തിന് സമയമായി. എന്തൊരു പ്രശ്നം. മുഖത്ത് കണ്ടത് മനസ്സിൽ കൊണ്ടു, മനസ്സിൽ കൊണ്ടത് മംഗല്യ ഭാഗ്യമാവട്ടെ എന്ന് ഗീതുട്ടിയുടെ ഗണപതിയേട്ടൻ. ഇനി ഇത് അവളുടെ കിടപ്പുമുറി നിക്ഷേപിക്കണം. എനിക്ക് വേണ്ടി ഇനി അവൾ വേണം പോരാടാൻ. കാലുകാത്തീർന്ന നിങ്ങൾ ഓരോരുത്തർക്കുള്ള ഫീസ് ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട്. പറഞ്ഞതുപോലെ പാതി എടുത്തിട്ട് പാതി എനിക്ക് തരണം. തനിക്ക് 10,000 രൂപ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അതായത് അതിന്റെ 5,000 രൂപ ആശാൻ. അല്ല, 50 രൂപ എടുത്തിട്ട് ബാക്കി 9,950 രൂപ എനിക്ക് തരണം. എന്റെ പൊന്നാശന മുനിസിപ്പാലിറ്റിന്ന് ഒരു ലീവ് എടുത്തിട്ടാണ് ഈ വേഷം കെട്ടൊക്കെ കേട്ടത്. ലീവോ? അതെ. മുനിസിപ്പൽ ഡിപ്പാർട്ട്മെന്റ് തനിക്ക് ഉണ്ടോടോ അങ്ങനെ ഒരു സംഭവം? വെയിറ്റ് ചെയ്യണേ. പുറപ്പെടുന്നതിന് മുമ്പ് എല്ലാരും കാശ് മേടിച്ചോണേ. സോറി സ്വല്പം വൈകി. കാലത്ത് തന്നെ 2 ചാവടിയന്ത്രത്തിന് ഒരു 600 ലിറ്റർ പാൽ കൊടുക്കാണ്ടായിരുന്നു. ഒരു മംഗള കാര്യത്തിന് പുറപ്പെടുമ്പോഴാണോ തന്റെ ചാവടിയന്ത്രം? സാമ്പത്തികം ഉണ്ടെങ്കിലല്ലേ ദാമ്പത്യം ഭദ്രാവുള്ള എന്റെ കൺപറ്റാ. എങ്കിൽ ഇവരുടെ സാമ്പത്തികം താൻ ആദ്യം ഭദ്രമാക്ക്. ഇത് തന്റെ ചിറ്റപ്പൻ. നമസ്കാരം. ഇത് 2 അമ്മാവന്മാര്. ആയിക്കോട്ടെ. അത് അമ്മായി. അമ്മായി. ഇത് അമ്മ. അയ്യേ, ഇതാണ് എന്റെ അമ്മ. എന്താ? ഒരു ഐശ്വര്യമുള്ള ഒരു അമ്മ കിട്ടില്ലേ കൺപറ്റാ? ആ തള്ളയുടെ മുഖത്തോക്കെ ഒരുമാതിരി ഐശ്വര്യമില്ലാത്തൊരു ദാരിദ്ര്യം പിടിച്ച ലുക്കല്ലേ? ശരിയല്ല. നീ ആര്, തമ്പുരാൻ കുട്ടിയോ? ആ മോന്തക്ക് ഇതൊക്കെ മതിയടാ. അവന്റെ ഒരു സൗന്ദര്യബോധം. ഞാൻ എലിസബത്ത് രാജ്ഞിയെ ഫോൺ വിളിച്ച് ചോദിച്ചു, 5,000 രൂപയ്ക്ക് നിന്റെ തള്ളയാൻ അവർ വരൂല്ലെന്ന്. അയ്യോ, എടാ ചക്ക, നീ ആരാന്നാ നിന്റെ വിചാരം? അവന്റെ ഒരു നോട്ടം കണ്ടില്ലേ? ഒരുമാതിരി കുട്ടിത്താളാങ്കിനെ പോലെ. ഐശ്വര്യം ഇല്ല അത്രേ. സോറി അമ്മായി. കൂടുതൽ ഉക്ലേശം കാണിക്കല്ലേ. ക്ഷമിക്കേ.
സ്വന്തമായിട്ടൊരു തൊഴുത്തു പോലും ഇല്ലാത്തൊരു കാളക്കുട്ടിയല്ലേ നീ? കൂടെ വരുന്ന പശുക്കളുടെ ചാണകമൂത്രം നീ എന്തിനാ നോക്കണേ? പിന്നെ മര്യാദക്ക് ക്യാഷ് കൊടുത്ത് സെറ്റില് രാഹുകാലത്ത് മുമ്പ് പരിപാടി തുടങ്ങാനുള്ളതാ. എന്നാലും ഗണപതിച്ചേട്ടാ ഈ വൃത്തിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണേ. പിന്നെ ആളാകാതെ